ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്, ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. അപ്പം കേക്ക് ഓർഡേഴ്സും എന്തുകൊണ്ടാണ് ഞാൻ കേക്ക് ഓർഡേഴ്സിൻ്റെ വ്ളോഗ് ഇടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീസണും കാര്യങ്ങളും, പിന്നെ ഒരു അടിപൊളി റെസിപ്പിയും കൂടി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിച്ച വീഡിയോയിലേക്ക് പോയാലോ? അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നീക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെടുക്കാനിട്ടാ. അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെടുക്കൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് അവൾ കഴിക്കൽ. പക്ഷേ അന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡായിരുന്നു. അപ്പം ഞാൻ കരുതി അവൾക്ക് പാൻ കേക്ക് ചെയ്തെടുക്കാമെന്ന്. അവളുടെ ഒരു ഫേവറേറ്റ് കൂടിയാണ്. ചിലപ്പോഴൊക്കെ, നോട്ട് എവറി ടൈം. അപ്പോൾ പാൻ കേക്ക് ചെയ്തെടുക്കുമ്പം ഇതേപോലെ പഴം നമ്മൾ പച്ചയായിട്ട് ചേർക്കാതെ ഇങ്ങനെ നെയ്യിലിട്ട് വാട്ടിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ പാൻ കേക്കിന് ഒന്നും കൂടി ഫ്ലേവർ കൂടി നിൽക്കും. പിന്നെ ഞാൻ സാധാരണ അങ്ങനെ ഉണ്ടാക്കാതെ ഇതേപോലെ ഷേപ്സിലാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് കാണാനും കഴിക്കാനും ഒന്നൊരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾക്ക് അന്ന് ഫുഡ് കഴിക്കാനായിട്ട് തീരെ മൂടുണ്ടായില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ച് വാരിയിട്ട് അവൾ. ഇത് ബേബിയാണ്. ബേബിയുടെ ചെവി, തല എന്നൊക്കെ പറഞ്ഞ് 2-3 ബൈറ്റ് എടുത്തതിന് ശേഷം പിന്നെ അവളതൊക്കെ നിലത്തിടാൻ വേണ്ടി തുടങ്ങി. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് അവളെ ഞാൻ ഫീഡ് ചെയ്ത് കിട്ടാ. നമുക്ക് കുറച്ചായിട്ട് ഇൻബോക്സിൽ മെസ്സേജ് വരുന്നുണ്ട്, താത്ത കേക്ക് ഓർഡേഴ്സ് എടുക്കണില്ലേ, എന്താ വ്ളോഗ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കേക്ക് ഓർഡേഴ്സ് എടുക്കുന്നതിൻ്റെ ഓർഡർ ഒന്ന് കുറച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആദ്യം നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും, നമ്മൾ കൂടുതലും റെസിപ്പി വീഡിയോസാണ് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ റെസിപ്പി ഷൂട്ട് ചെയ്യലും കേക്ക് ഓർഡേഴ്സും എല്ലാം കൂടി ഒരുമിച്ച് നടക്കില്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്നൊരു മോഡറേറ്റ് ലെവലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇന്ന ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യും, ഇന്ന ദിവസം കേക്ക് ഓർഡേഴ്സ് എടുക്കണില്ല, ആ ഒരു ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വ്ളോഗ് ഞാൻ വീക്കിലി ആയിട്ട് മാറ്റിയതിട്ടാ. പിന്നെ നമ്മുടെ ഷോർട്സും ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കാണുന്നതിൽ അറിയുണ്ടാവും, നമ്മൾ ഡെയിലി റെസിപ്പി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം കേക്ക് വ്ളോഗ് എടുക്കാതെ കേക്കിൻ്റെ ഡെക്കറേഷനും വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്യലുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. കേക്ക് സ്പഞ്ചിനായിട്ട് ചോക്ലേറ്റ് സ്പഞ്ചാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആയിട്ട് നമ്മുടെ കേക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വൈകുന്നേരമാണ് ഈ കേക്ക് കൊടുക്കേണ്ടിയിരുന്നത്, ഒരു ഏകദേശം ഒരു 6 മണി ആ ഒരു സമയത്ത്. അപ്പം നീഹ ഒന്നിനും സമ്മതിക്കണില്ല. അപ്പം ഞാൻ കരുതി നമ്മുടെ ഡൈനിങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് കേക്ക് അങ്ങ് അസംബിൾ ചെയ്യുക. അപ്പോൾ പിന്നെ അവളത് നോക്കിയിരുന്നോളൂ, അവൾക്ക് ഇഷ്ടമാണ് ഞാനിങ്ങനെ കേക്ക് ഫ്രോസ്റ്റിങ്ങിനൊക്കെ കാണുന്നത്. എന്നോട് കുറേ പേര് ചോദിക്കലുണ്ട്, മോള് കേക്ക് ഉണ്ടാക്കാൻ സമ്മതിക്കോ, അവൾ അലമ്പ് കളിക്കോ എന്നൊക്കെ. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അവളത് ഇന്നും ഇന്നലെ കണ്ടതൊന്നുമല്ലല്ലോ, ജനിച്ച മുതലേ കാണാൻ തുടങ്ങിയതല്ലേ. സത്യം പറഞ്ഞാൽ ജനിച്ച മുതലേ അല്ല. അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം നമ്മുടെ ഫീലിങ്സ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിലിരിക്കുന്ന കുട്ടിയെ അറിയും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. എനിക്കറിയില്ല എത്രത്തോളം അത് സയൻറ്റിഫിക്കലി പ്രൂവൻ ആണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ എന്നെ ഒരിക്കലും ഡിസ്റ്റർബൊന്നും ചെയ്യലില്ല ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴൊന്നും. അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇപ്പം അവൾ എത്ര കാമും കൂളായിട്ടായിരിക്കണേന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അവൾ ജസ്റ്റ് നോക്കിയിരിക്കണേ ഉള്ളൂ. അപ്പോൾ കേക്ക് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ വേഗം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കേക്ക് ഉണ്ടാക്കിയുള്ള പാത്രങ്ങളും ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടുള്ള പാത്രങ്ങളും എല്ലാം കൂടി ഒരുമിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോഴുള്ള സമയം നിങ്ങളൊന്ന് നോക്കണേ. 5 മണിയാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴുള്ള സമയം എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്കുള്ളത് ആകെ ഒരു 1 ഹവറാണ്. അതിൻ്റെ ഉള്ളിൽ കേക്ക് കംപ്ലീറ്റ് ചെയ്യണം, നീഹനെ ഡീൽ ചെയ്യണം, വീഡിയോ ഷൂട്ട് ചെയ്യണം. അങ്ങനെ ആകെപ്പാടെ ഭയങ്കര മെസ്സാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത്. പിന്നെ കേക്ക് ഓർഡർ ഉണ്ടാകുമ്പോൾ പറയണ്ട, അതാണ് ഇത് എല്ലാ ഹോം ബേക്കേഴ്സിനും മനസ്സിലാവുന്നുണ്ടാവും. കാരണം നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം. ഇപ്പം ഒരുവിധ എല്ലാ ഹോം ബേക്കേഴ്സും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അപ്പോൾ അവർക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം, നമ്മുടെ കേക്ക് ഓർഡറിൻ്റെ കാര്യം നോക്കണം. അത് ചെയ്തവർക്ക് അതിൻ്റെ ആ ഒരു പ്രയാസം അല്ലെങ്കിൽ എത്രത്തോളം ഹാർഡായിട്ടുള്ള കാര്യമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അങ്ങനെ ക്യുക്കായിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് നമ്മൾ റെഡ് കളറും പിങ്ക് കളറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് പിങ്ക് നമുക്ക് കിട്ടും. നല്ല സിമ്പിളായിട്ടുള്ള കേക്കാണ്. അതുകൊണ്ടാണ് അത്രയും ഡിലേ ആയത് കേട്ടോ നമ്മൾ കേക്ക് വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ കേക്കൊക്കെ സെറ്റായി, അത് ഡെലിവറി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റെസിപ്പി ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നു, നമ്മുടെ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബാണെങ്കിലും അത്യാവശ്യം റീച്ച് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബട്ടർ കുക്കീസ്, വെറും 4 ഇൻഗ്രീഡിയൻറ്റ് ബട്ടർ കുക്കീസ്.
4 ചേരുവ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന നമുക്ക് വീട്ടിൽ വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും നമ്മുടെ വ്ളോഗിൽ ഇത് ആഡ് ചെയ്തത് കേട്ടോ. ഒന്നുമില്ല, എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് പോയി ചെക്ക് ചെയ്താൽ മതി. ആദ്യം നമ്മൾ ബട്ടർ എടുക്കുക, റൂം ടെമ്പറേച്ചറിലായിരിക്കണം ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടർ എടുക്കുക. അത് എന്നിട്ട് നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് ആയിരുന്നാലും മതി. പഞ്ചസാര നല്ലൊന്ന് അലിഞ്ഞ് ചേരണം. അത് അലിഞ്ഞ് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മൈദയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതേപോലെ കണ്ടില്ലേ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ അങ്ങ് ചെയ്തെടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല, നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുഴച്ചെടുക്കുന്ന ഒരു പരിവാവാൻ ആയി കിട്ടും കേട്ടോ ഈ ഒരു കുക്കീസിൻ്റെ ഡോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. ഒരു സ്പൂണിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് എല്ലാ കുക്കീസും ഒരേ അളവിലായിട്ട് കിട്ടും. ഇതേപോലെ ഞാൻ 1 ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻറ്റിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഡെക്കറേഷനായിട്ട് ഫോർക്ക് വെച്ചിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് 15 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു കുക്കീസ് ഓവൻ ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. അത് നമുക്ക് പാന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൽ ഒരു 15 to 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. ആദ്യം 15 മിനിറ്റ് ആയിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെക്കാം. അങ്ങനെ ടോട്ടലി 20 മിനിറ്റ്. ഇതിപ്പം ഓവനിൽ 15 to 20 മിനിറ്റിനുള്ളിലാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, അടിപൊളിയാണ് കേട്ടോ. സത്യം അറിയിട്ടും വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകും, എടുക്കാൻ പോകണമെന്ന് അറിയില്ല. അത്രയും അടിപൊളി കുക്കീസാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കി വെക്കലുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമുക്ക് 4 to 7 ഡേയ്സ് വരെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യണതാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളൊക്കെ നോക്കിയേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് അല്ലെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറേ പേര് ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ. ഓക്കെ. ഇത് ഈ ഒരു ബുക്ക് ഞാൻ കുറേ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിഹറിൻ്റെ ഒരു ഫേവറേറ്റ് ടോയ് ആണ്. ഇത് നമുക്ക് പാട്ട് വെക്കാനായിട്ട് പറ്റും. ഇതിൽ പിക്ചറിൽ കാണാം, ഇതിൽ 4 or 5 പാട്ടുകളുണ്ട് ഇതിൽ. അപ്പോൾ അത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് നിഹക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ടോയ്സ് മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുള്ളൂ എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം രാത്രി നിഹനൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കേക്ക് ഓർഡർ പിറ്റേ ദിവസത്തെ കേക്ക് ഓർഡറിന് വേണ്ടിയിട്ട് സ്പഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി സ്പഞ്ചും ഷുഗർ സിറപ്പൊക്കെ സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവാണേ. ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോ അന്ന്. കാരണം ഒരു കേക്ക് ഓർഡർ ഉള്ളെങ്കിലും ഇപ്പം മോളായതിൻ്റെ ശേഷം ഒന്ന് ചെയ്യുന്നത് ഒരു 10 ചെയ്യുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ. എന്നിട്ട് പിറ്റേ ദിവസം നമ്മുടെ കേക്ക് ഓർഡർ കംപ്ലീറ്റ് ആക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത്. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.